ഇത് കൊച്ചിച്ചേമ്പാണ്. അന്യം നിന്ന് പോയ ചേമ്പാണ്. പണ്ട് വീടുകളിൽ എല്ലാ വീട്ടിലും തന്നെ കൊച്ചിച്ചേമ്പുണ്ടായിരുന്നു. ഈ കൊച്ചിച്ചേമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം ഒരു ചുവട് പറിച്ചാൽ ഒരു കൊട്ട നിറച്ചും കാണും. ആ ചേമ്പ് ചെറിയൊരു ചൊറിച്ചിലുണ്ടായിരിക്കും. എങ്കിൽ പോലും ഇത് കപ്പയോട് ഇട്ട് വേവിക്കാനും ഇത് തനിയെ വേവിക്കാനും കറി വെക്കാനും എല്ലാം നല്ല ചേമ്പാണ്. അല്പം കുടംപുളി ഇട്ട് വേവിച്ച് അത് ഊറ്റി കഴിഞ്ഞാൽ അത് കപ്പയോട് ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല പച്ചക്കപ്പയോട് ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ചേമ്പാണ് ഇത് കൊച്ചിച്ചേമ്പ്. അത് ഞങ്ങൾ കുറച്ചിവിടെ അന്യം നിന്ന് പോയിട്ട് ഞങ്ങൾ പിടിപ്പിക്കുന്നുണ്ട്. കൊച്ചിച്ചേമ്പുണ്ട്, ചീമച്ചേമ്പുണ്ട്, കൊട്ടച്ചേമ്പുണ്ട്, അങ്ങനെ 3, പിന്നെ ചീരച്ചേമ്പ്, അങ്ങനെ 4 സൈസ് ചേമ്പ് ഞങ്ങൾ വളർത്തുന്നുണ്ട്. ഇതിൻ്റെ പേര് കൊച്ചിച്ചേമ്പ് എന്നാണ്. ധാരാളം കഴിഞ്ഞ പ്രാവശ്യം പന്നി ഇറങ്ങി ഞങ്ങളുടെ പറമ്പിലുള്ള സാധനം മുഴുവൻ കുത്തി കളഞ്ഞു. ഞങ്ങളിപ്പം സ്ഥിരമായിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളൊരു വചനം ചൊല്ലി, വിശുദ്ധ ലൂക്ക 10:19, ആ വചനം ചൊല്ലി ഞങ്ങൾ ദിവസവും ഞങ്ങൾ കുടുംബം ഒന്നാകെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ പന്നി പോലും ഞങ്ങളുടെ പറമ്പിൽ വന്നെങ്കിൽ പോലും ഒന്നും നശിപ്പിച്ചില്ല. അങ്ങനെ ദൈവാനുഗ്രഹത്താലാണ് ഞങ്ങളുടെ കൃഷികളെല്ലാം ഇപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നത്.